അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, അന്താരാഷ്ട്ര അറബി ദിനമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിൽ നടത്തുന്ന സെമിനാറിലാണ് നാം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കുട്ടികളുടെ 20 പ്രബന്ധങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പ്രിയപ്പെട്ട രമ ടീച്ചറെ സ്വാഗതം ചെയ്യും. പ്രിയ വിദ്യാർത്ഥികളെ, അപ്പം നമുക്ക് അറബി ഭാഷാ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ 20 പേരാണ് ഇന്ന് പ്രബന്ധം അവതരിപ്പിക്കുന്നത്. അറബി ഭാഷ പഠിക്കുന്നതിൻ്റെ സാധ്യതകളെക്കുറിച്ചിട്ടും അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഇവർ ഓരോരുത്തരും സംസാരിക്കും. അത് നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക, അതിൽ നിന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, അത് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളിങ്ങനെയൊക്കെ പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ എന്തിനാണ്, നമുക്ക് വായിക്കാനായിട്ട് കുറേ മടിയാണ് അല്ലേ. നമുക്കിഷ്ടമുള്ളത് മാത്രമേ വായിക്കുള്ളൂ, അല്ലാത്തത് നമ്മൾ വായിക്കില്ല. അപ്പോൾ ഇപ്പം ഇവർ നമ്മൾക്ക് വായിക്കുന്നതിന് പകരം ഇവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടിരിക്കുക, അതിൽ നിന്നുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനായിട്ട് അത് നമുക്ക് സ്വായത്താക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പറയുന്നു. അറബി ഭാഷകളുടെ പ്രത്യേകതകൾ. റിദ, ഐഷ, നാഫിയ, മൻഹ. അറബി ഭാഷയും കേരളവും തമ്മിലുള്ള ബന്ധം. ഹുദ, ഫാത്തിമ. മലയാളത്തിലെ അറബി പദങ്ങൾ. ഹൈസ, ദിനാസൂറ. അറബി മലയാളം. അഹമ്മദ് ഷാദ്, ഉമർ ഗാസി, ഫൈഹ റയാൻ, സൈനുദ്ദീൻ മുഖ്ദും, ഫർഹാന, ദിൽന. കേരളത്തിലെ അറബി ഗ്രന്ഥങ്ങൾ. തുഹ്ഫത്തുൽ മുജാഹിദീൻ, ഫർഹാന. കേരളത്തിലെ അറബി ഭാഷാ പഠനം. ഷിഫാന. അറബി സംസാര ഭാഷ. നാജിയ. അന്താരാഷ്ട്ര വാർത്താ വിനിമയ ഭാഷ. അഫ്നാൻ. മൾട്ടിനാഷണൽ കമ്പനികളിലെ ജോലി. ഇഷാൻ. അറബി സർവകലാശാലകൾ. ആലിയ. ഇന്ത്യൻ കൃതികളുടെ അറബി വിവർത്തനങ്ങൾ. സയ്യിദ്. മലയാളം കൃതികളുടെ അറബി വിവർത്തനം. ഫാത്തിമ മെഹറിൻ. പൗരാണിക അറബി കവികൾ. ദിയ ഇത്ര. UN അംഗീകരിച്ച ഭാഷകൾ. ജുമാന. അറബി ഭാഷയുടെ പ്രത്യേകതകൾ. റിദ. അറബി ഭാഷയുടെ പ്രത്യേകതകൾ. ലിപി വിന്യാസം. മറ്റു പല ഭാഷകളിൽ നിന്നും വ്യത്യസ്തമായി അറബി വലതുവശത്ത് നിന്ന് ഇടത്തോട്ടാണ് എഴുതുന്നത്. അക്ഷരങ്ങളുടെ മാറ്റം. വാക്കിലെ സ്ഥാനത്തിനനുസരിച്ച് തുടക്കം, മധ്യം, അവസാനം മിക്ക അക്ഷരങ്ങളുടെയും രൂപത്തിൽ മാറ്റം വരാറുണ്ട്. വിപുലമായ സമ്പത്ത്. ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ തന്നെ ധാരാളം പദങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഒട്ടകം, സിംഹം, വാൾ എന്നിവയെ വിശേഷിപ്പിക്കാൻ നൂറുകണക്കിന് വാക്കുകൾ ഈ ഭാഷയിലുണ്ട്. വ്യാകരണം. അറബി വ്യാകരണം വളരെ ചിട്ടയായതും കൃത്യമായതും. സ്ത്രീലിംഗം, പുല്ലിംഗം എന്നിവയ്ക്ക് പുറമെ ഏകവചനം, ദ്വിവചനം, ദ്വാൽ, ബഹുവചനം എന്നിങ്ങനെ 3 വചനഭേദങ്ങൾ ഇതിലുണ്ട്. ആഗോള ഭാഷ. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയിൽ ഒന്നാണിത്. ഐക്യരാഷ്ട്രസഭയുടെ UNR ഔദ്യോഗിക ഭാഷകളിൽ ഒന്നുകൂടിയാണ് അറബി. ലിപി വൈവിധ്യം. കൂഫി, നസ്ക്, സുലസ്, ദീവാനി എന്നിങ്ങനെ മനോഹരമായ നിരവധി എഴുത്ത് ശൈലികൾ കാലിഗ്രഫി അറബിക്കുണ്ട്. സെമിറ്റിക് കുടുംബത്തിൽപ്പെട്ട ഭാഷയാണ് അറബി. ജനസംഖ്യ അനുസരിച്ച് ലോകത്തിലെ 4ാമത്തെ വിനിമയ ഭാഷയാണ്. ലോകത്തെ 26 രാഷ്ട്രങ്ങളും 25 ജനങ്ങളും അവരുടെ മാതൃഭാഷയായി അറബി ഉപയോഗിക്കുന്നു. അനേകം പേർ തങ്ങളുടെ പ്രഥമ ഭാഷയല്ലെങ്കിൽ കൂടി അറബി സംസാരിക്കുന്നുണ്ട്. ഡിസംബർ 18 യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ 2010 മുതൽ എല്ലാ വർഷവും അറബി ഭാഷ ദിനമായി ആചരിച്ചു വരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ദിനമായി അറബി പ്രഖ്യാപിക്കപ്പെട്ടത് 1973 ഡിസംബർ 18-നാണ്. ലോക ഭാഷകളിൽ വളരെ ലളിതമായ ഭാഷകളിൽ ഒന്നാണ് അറബി. 4000 വർഷങ്ങൾക്ക് പഴക്കമുണ്ടായിട്ടും 150 തലമുറമായി കൈമാറിയിട്ടും ശുദ്ധിക്കോ മൗലികതയ്ക്കോ
ലവലേശം പോറലേക്കാത്ത ഏക ഭാഷയാണ് അറബി. ഐഷ നാഫിയ. അറബി ഭാഷയുടെ പ്രത്യേകതകൾ. നമ്മുടെ നാട്ടിൽ ഒട്ടനവധി കലാലയങ്ങളുണ്ട്. മെഡിക്കൽ, പാരാമെഡിക്കൽ, എഞ്ചിനീയറിംഗ്, IT, ബിസിനസ്, മാനേജ്മെന്റ് തുടങ്ങി അവയുടെ പട്ടിക നീളുന്നതാണ്. കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് തുടങ്ങിയ ശാസ്ത്രശാഖകളും അറബി, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം മുതലായ ഭാഷ വിഷയങ്ങളും ഇവിടെ പ്രത്യേകം പഠിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അറബി പഠിക്കുന്നവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ആനന്ദമായ അവസരങ്ങളുടെ വാതായനങ്ങളാണ് ഇന്ന് തുറക്കപ്പെട്ടിട്ടുള്ളത്. മൻഹ. അറബി ഭാഷയുടെ പ്രത്യേകതകൾ. ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ ഖുർആൻ അറബി ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. ഡിസംബർ 12 ലോക അറബി ഭാഷാ ദിനമായി ആചരിക്കുന്നു. അ, ഇ, ഉ എന്നീ 4 വർണ്ണങ്ങളാണ് അറബി ഭാഷയിൽ ഉള്ളത്. ആകാരം ഫത്തഹെന്നും ഈകാരം കസറെന്നും ഊകാരം ദൊമ്മെന്നും ഈകാരം സുക്കൂൻ എന്നിവയാണവ. മറ്റു ഭാഷകളിൽ എന്ന പോലെ അറബിയിലും അതിന്റെ പ്രാധാന്യം വലുതാണ്. അറബി അറേബ്യൻ ഭൂപ്രദേശത്ത് സംസാരിക്കുന്നതും സെമിറ്റിക് ഭാഷാ കുടുംബത്തിൽ പെടുന്നതുമായ ഒരു ഭാഷയാണ്. ഹിബ്രു അറാമിക് ഭാഷകളും ഇതേ കുടുംബത്തിൽ പെട്ടതാണ്. സെമിറ്റിക് ഭാഷകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ അറബിയാണ്. ജനസംഖ്യ അനുസരിച്ച് ലോകത്തെ 4ാമത്തെ വിനീതമായ ഭാഷയാണിത്. ലോകത്ത് 25 കോടി ജനങ്ങൾ അവരുടെ മാതൃഭാഷയായി അറബി ഉപയോഗിക്കുന്നു. അനേകം പേർ തങ്ങളുടെ പ്രഥമ ഭാഷ അല്ലെങ്കിൽ കൂടി അറബി സംസാരിക്കുന്നു. അറബ് ലോകത്ത് ധാരാളം ഉപഭാഷകളും നിലവിലുണ്ട്. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എന്നിങ്ങനെ ലോകത്തെ എല്ലാ ഭാഷകളും അറബിയാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. അറബി ഭാഷയുടെ പ്രധാന പ്രത്യേകതകൾ. വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതുന്നു. 28 അക്ഷരങ്ങൾ. അക്ഷരങ്ങളുടെ രൂപം വാക്കിനനുസരിച്ച് മാറുന്നു. ഹ്രസ്വസ്വരങ്ങൾക്ക് ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു. കാലിയോഗ്രഫിക്ക് പേര് കേട്ടതാണ് നിർവചനം. പുല്ലിംഗം, സ്ത്രീലിംഗം എന്നിവയുടെ ചുരുങ്ങിയ വാക്കുകളിൽ കൂടുതൽ അർത്ഥം നൽകുന്നു. കൂടാതെ UN അംഗീകരിച്ച 6 ഔദ്യോഗിക ഭാഷകളിൽ ഒന്നാണ്. ഭാഷാപരമായ പ്രത്യേകതകൾ. എഴുതും വായനയും. വലത്തുനിന്ന് ഇടത്തോട്ട് വായിക്കുകയും എഴുതുകയും ചെയ്യുന്നു. അക്കങ്ങൾ എഴുതുമ്പോൾ ഇടത്തുനിന്ന് വലത്തോട്ട് എഴുതുന്നു. അക്ഷരങ്ങൾ 28 അക്ഷരങ്ങൾ, 25 വ്യഞ്ജനാക്ഷരങ്ങളും 3 സ്വരാക്ഷരങ്ങളും. ഓരോ അക്ഷരത്തിനും വിവിധ രൂപങ്ങളുണ്ട്. ഹ്രസ്വസ്വരങ്ങൾ, ചിഹ്നങ്ങൾ അഥവാ ഹർക്കത്ത് ഉപയോഗിച്ച് ഹ്രസ്വസ്വരങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് സാധാരണ എഴുത്തിൽ ഒഴിവാക്കാറുണ്ട്, എന്നാൽ ഖുർആനിലും പാഠപുസ്തകങ്ങളിലും നിർബന്ധമാണ്. കണക്റ്റഡ് സ്ക്രിപ്റ്റ്. എല്ലാ അക്ഷരങ്ങളും സ്വാഭാവികമായി ബന്ധിപ്പിച്ച് എഴുതുന്നു. ഇത് കാലിയോഗ്രഫിയെ പ്രോത്സാഹിപ്പിക്കുന്നു. ലിംഗം ആൻഡ് വചനം. നാമങ്ങൾ പുല്ലിംഗം, സ്ത്രീലിംഗം എന്നിവയുണ്ട്. വചനത്തിന് ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്നിങ്ങനെ 3 രൂപങ്ങളുണ്ട്. വാക്യഘടനം. വാക്യഘടന ലളിതമാണ്. ക്രിയയെ മൂലപ്രകൃതിയായി കണക്കാക്കുന്നു. മറ്റ് പ്രത്യേകതകൾ. പ്രാധാന്യം. വിശുദ്ധ ഖുർആനിന്റെയും ഹദീസുകളുടെയും ഭാഷ ആയതിനാൽ മതപരമായും ആത്മീയമായും വലിയ പ്രാധാന്യമുണ്ട്. ആഗോള ഭാഷ. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷകളിൽ ഒന്നാണ്. UN അംഗീകരിച്ച 6 ഔദ്യോഗിക ഭാഷകളിൽ ഒന്നാണ്. സൗന്ദര്യശാസ്ത്രം. ചുരുങ്ങിയ വാക്കുകൾ ഉപയോഗിച്ച് കൂടുതൽ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയും. ഇത് ഭാഷയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. പഴമയും നിലനിൽപ്പും. പഴമയിൽ പൂർണ്ണതയും നിലനിർത്തുന്ന ഭാഷയാണ് അറബി. അറബി ഭാഷയും കേരളവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പറയാൻ ഹുദ ഫാത്തിമയെ ക്ഷണിക്കുന്നു. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കേരളവും അറബി ഭാഷയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ആമുഖം. ഭാഷകൾ ഒരു പ്രദേശത്തിന്റെ ചരിത്രവും സംസ്കാരവും സാമൂഹിക ബന്ധങ്ങളും പ്രതിഫലിപ്പിക്കുന്ന ശക്തമായ മാധ്യമങ്ങളാണ്. കേരളം എന്ന ഭൂപ്രദേശം വളരെ പുരാതന കാലം മുതൽ തന്നെ
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി അറബ് ലോകങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഈ ബന്ധത്തിന്റെ ഫലമാണ് അറബി ഭാഷയ്ക്ക് കേരളത്തിന്റെ ചരിത്രത്തിലും സംസ്കാരത്തിലും പ്രത്യേക സ്ഥാനമുണ്ടായത്. കേരളവും അറബി ഭാഷയും തമ്മിലുള്ള ബന്ധം വ്യാപാരം, മതം, സാഹിത്യം, വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ മേഖലകളിലൂടെ വികസിച്ചു വന്നതാണ്. കേരളവും അറബി ഭാഷയും തമ്മിലുള്ള ബന്ധം. ചരിത്രപരമായി പശ്ചാത്തലം. കേരളവും അറബി രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഏറെ മുമ്പുള്ള കാലഘട്ടത്തേക്കാണ് തിരിച്ചു പോകുന്നത്. കേരളം സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടായി അറിയപ്പെട്ടിരുന്നുവെന്നും കുരുമുളക്, ഏലം, കറുവപ്പട്ട എന്നിവയ്ക്ക് അറബ് വ്യാപാരികൾക്കിടയിൽ ആവശ്യമുള്ളതായിരുന്നു എന്നുമാണ് ചരിത്രം. അറബ് വ്യാപാരികൾക്ക് കടൽ മാർഗം കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ എത്തി ഇവിടെ താമസിക്കുകയും നാട്ടുകാരുമായി സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്തു. ഈ സമ്പർക്കത്തിലൂടെയാണ് അറബ് ഭാഷയും ആദ്യ സ്വാധീനം കേരളത്തിൽ ഉണ്ടാകുന്നത്. ഇസ്ലാമിന്റെയും അറബി ഭാഷയുടെയും സ്വാധീനം. ഇസ്ലാമിന്റെ കേരളത്തിലെ പ്രവേശനത്തോടെ അറബി ഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. കേരളത്തിലെ ആദ്യ മുസ്ലിം പള്ളിയായ കൊടുങ്ങല്ലൂർ ചേരമാൻ മസ്ജിദ് ഇതിന് ഉദാഹരണമാണ്. ഖുർആൻ അറബി ഭാഷ ആയതിനാൽ മതപഠനത്തിനായി അറബി ഭാഷ അഭ്യസിക്കൽ അനിവാര്യമാണ്. മദ്രസകൾ, പള്ളികൾ, ദർസ് സംവിധാനങ്ങൾ എന്നിവയിലൂടെ അറബി ഭാഷ കേരളത്തിലെ വ്യാപകമായി പഠിക്കപ്പെട്ടു. ഇതുവഴി അറബി ഭാഷ ഒരു മതഭാഷ മാത്രമല്ല, വിദ്യാഭ്യാസ ഭാഷയുമായി മാറി. മാപ്പിളപ്പാട്ടുകൾ, മതഗ്രന്ഥങ്ങൾ, ചരിത്രങ്ങൾ, കവിതകൾ എന്നിവ അറബി മലയാളത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. മലയാളം ഭാഷ അറബി ലിപിയിൽ എഴുതുന്ന രീതിയെയാണ് അറബി മലയാളം എന്ന് പറയുന്നത്. അറബി ഭാഷയിൽ നിന്നുള്ള നിരവധി പദങ്ങൾ മലയാള ഭാഷയിൽ ഇന്നും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണങ്ങൾ ദുനിയ, ഹക്കീം, സ്വബർ, ഇസ്മത്ത്, നസീബ് ഇവ മലയാളത്തിന്റെ പദസമ്പത്ത് സമ്പന്നമാക്കിയതായി കാണാം. മതസാഹിത്യത്തിനൊപ്പം തന്നെ ചരിത്രം, വൈദ്യം, നൈതിക ഗ്രന്ഥങ്ങൾ തുടങ്ങിയവ ഗൾഫ് രാജ്യങ്ങളുമായുള്ള തൊഴിൽ ബന്ധം അറബി ഭാഷയുടെ പ്രാധാന്യം വീണ്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ അറബി ഭാഷ പഠിക്കാനും സംസാരിക്കാനും നിരവധി ആളുകൾ ഉണ്ട്. ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൽ അറബി ഭാഷ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. മലയാളത്തിലെ അറബി പദങ്ങളെ പറ്റി പറയാൻ ഹൈദ ഫാത്തിമയെ ക്ഷണിക്കുന്നു. മലയാളത്തിലെ അറബി പദങ്ങൾ. മലയാള ഭാഷയിൽ അറബി പദങ്ങളുടെ സ്വാധീനം വളരെ വലുതാണ്. ഇത് പ്രധാനമായും കേരളവും അറബി രാജ്യങ്ങളും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വ്യാപാര ബന്ധം മൂലമാണ്. കൂടാതെ ഇസ്ലാം മതത്തിൻ്റെ പ്രചാരവും ഈ സ്വാധീനത്തിന് കാരണമായി. മലയാളത്തിലെ അറബി പദങ്ങൾ പല മേഖലകളിലായി കാണാം. ഉദാഹരണത്തിന് വ്യാപാരം, കച്ചവടം, ലാഭം, നഷ്ടം, കടം. മതം, അല്ലാഹു, നിസ്കാരം, നോമ്പ്, ഹജ്ജ്. ഭരണം, ഉദ്യോഗസ്ഥൻ, നിയമം, കോടതി, ശിക്ഷ. സംസ്കാരം, സുഖം, സ്നേഹം, സമ്മാനം, കല്യാണം. കൂടാതെ മലയാള ഭാഷയിലെ പല വാക്കുകളും മലയാളം വാക്യത്തെയും സ്വാധീനിച്ചിട്ടുണ്ട്. കഥകൾ, കവിതകൾ തുടങ്ങിയ സാഹിത്യ രൂപങ്ങളിലും അറബി പദങ്ങൾ ധാരാളമായി ഉപയോഗിച്ച് വരുന്നു. മലയാള ഭാഷയുടെ വൈവിധ്യവും സമ്പന്നതയും ശക്തിപ്പെടുത്തുന്നതിലും പുതിയ വാക്കുകൾ ഉണ്ടാക്കുന്നതിലും അറബി പദങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അറബി പദങ്ങളിൽ നിന്നും ഉത്ഭവിച്ച കുറച്ച് മലയാള പദങ്ങൾ പരിചയപ്പെടാം. അദാലത്ത്, ഹർജി, കരാർ, തഹസിൽദാർ, തർജുമ, വക്കാലത്ത്, വക്കീൽ, വസിയത്ത്,
ഗിലാശത്ത്, ജാമ്യം എന്നീ ഇങ്ങനെ ചെയ്യും എന്നോ. ജമീൻ എന്ന അറബി പദത്തിൽ നിന്നും ജാമ്യം എന്ന മലയാള പദം ഉത്ഭവിച്ചു. ഹാജിർ എന്ന അറബി പദത്തിൽ നിന്നും ഹാജർ എന്ന മലയാള പദം ഉത്ഭവിച്ചു. ലിൽ എന്ന അറബി പദത്തിൽ നിന്നും ജില്ല എന്ന മലയാള പദം ഉത്ഭവിച്ചു. ഷായ് എന്ന അറബി പദത്തിൽ നിന്നും ചായ എന്ന മലയാള പദം ഉത്ഭവിച്ചു. ദിനാസൂറം. മലയാളത്തിലെ അറബി സ്വാധീനം. ഭരണ ഒരു നേഷണം കേരളത്തിന് അറബിയിൽ നാടുകളുമായി ക്രിസ്തുമതം മുൻപ് തന്നെ ഈ സമ്പർക്കം ഭാരതത്തിലായി. കൊടുക്കൽ വാങ്ങുകൾ വഹിച്ചു. ഇന്ന് നാം ഉപയോഗിക്കുന്ന പല വാക്കുകളും അറബിയിൽ നിന്ന് വന്നതാണ്. പലപ്പോഴും നാം ചിന്തിച്ചിട്ടില്ല. നിയമ പദ്യങ്ങൾ ബ്രിട്ടീഷ് മുൻപ് തന്നെ മറ്റു ഭരണങ്ങളും അറബി പദ്യങ്ങൾ കടന്നു പോകുന്നു. കോടതി ഭരണവും പഠന പല വാക്കുകളും അതിന് ഉദ്ദേശിക്കണം. നിത്യ ജീവിതത്തിലെ പദ്യങ്ങൾ നമ്മുടെ സംഭാഷണത്തിൽ അലിഞ്ഞു ചേർന്നുള്ള ചില പ്രധാന അറബി പദ്യങ്ങൾ ഇവയാണ്. മലയാളം പദ്യം. അർത്ഥം: ദുനിയാവ്, ലോകം, സാലം, ഹാൽ, നക്കൽ, പകർപ്പ്. അറബി മലയാളത്തെ പറ്റി പറയാൻ അഹമ്മദ് ഷാദിനെ ക്ഷണിക്കും. അറബി മലയാളം എന്നത് എന്ത്? അറബി മലയാള ഭാഷയെ അറബി ലിപിയിൽ മലയാള ഭാഷയെ അറബി ലിപിയിൽ എഴുതുന്ന രീതിയെയാണ് അറബി മലയാളം എന്ന് വിളിക്കുന്നത്. ഭാഷ മലയാളം തന്നെ ആയിരുന്നാലും എഴുതുന്നത് അറബി അക്ഷരമാലയിലൂടെയാണ്. മലയാളത്തിലെ ശബ്ദങ്ങൾക്ക് അനുയോജ്യമായി അറബി ലിപിയിൽ ചില അധികം ചിഹ്നങ്ങളും അക്ഷരഭേദങ്ങളും ഉപയോഗിച്ചിരുന്നു. ഉത്ഭവകാലം. അറബി മലയാളത്തിൻ്റെ ഉത്ഭവം ഏകദേശം ക്രിസ്തുമസ് 9-10 നൂറ്റാണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നു. അറബികളും കേരളവാസികളും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ ഇതിൻ്റെ പ്രധാന പശ്ചാത്തലമായിരുന്നു. പിന്നീട് ഇസ്ലാം കേരളത്തിൽ വ്യാപിച്ചതോടെ അറബി മലയാളം ശക്തമായി വളർന്നു. രൂപപ്പെടാനുള്ള കാരണങ്ങൾ: അറബി വ്യാപാരികളുടെ കേരളവാസികളുടെ അറബി വ്യാപാരങ്ങൾ മലബാർ തീരത്ത് സ്ഥിരമാക്കി. മതപഠന ആവശ്യങ്ങൾക്ക് ഖുർആൻ, ഹദീസ് തുടങ്ങിയ മത ഗ്രന്ഥങ്ങൾ പഠിച്ചു. മുസ്ലിം സമുദ്രത്തിന് അറബി ലിപി പരിചിതമാക്കിയതിനാൽ മലയാളം അറബി ലിപിയിൽ എഴുതാൻ തുടങ്ങി. വിദ്യാഭ്യാസ സൗകര്യം. അന്നത്തെ മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ ഓത്തുപള്ളികൾ അറബി ലിപിയിൽ കേന്ദ്രീകരിച്ചു.
ഉമർ ഗാസിനെ പറ്റി പറയാൻ ഫൈഹ റയാനെ ക്ഷണിക്കും. കേരളത്തിലെ അറബി ഭാഷാ പണ്ഡിതനായ വെളിയങ്കോട് ഉമർ ഹാദി. കേരളത്തിൽ അറബി ഭാഷയ്ക്കും ഇസ്ലാമിക പഠനങ്ങൾക്കും വലിയ പാരമ്പര്യമുണ്ട്. ഈ പാരമ്പര്യത്തിൽ ശ്രദ്ധേയനായ ഒരാളാണ് വെളിയങ്കോട് ഉമർ ഹാദി. അദ്ദേഹം കേരളത്തിലെ പ്രശസ്തനായ ഒരു അറബി ഭാഷാ പണ്ഡിതനായിരുന്നു. വെളിയങ്കോട് ഉമർ ഹാദിക്ക് അറബി ഭാഷയിലും ഇസ്ലാമിക വിജ്ഞാനത്തിലും ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു. ഖുർആൻ, ഹദീസ്, ഫിഖ് തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം പഠനം നടത്തി. അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ അദ്ദേഹം ഏറെ ശ്രമിച്ചു. അദ്ദേഹം ഒരു പണ്ഡിതൻ മാത്രമല്ല, ഗാസി കൂടിയായിരുന്നു. നീതിയും സത്യസന്ധതയും പാലിച്ച് സമൂഹത്തിന് മാർഗനിർദ്ദേശം നൽകിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. അനീതികൾ കണ്ടാൽ അവയ്ക്കെതിരെ ശബ്ദമുയർത്താനുള്ള ധൈര്യവും ജീവിതത്തിൽ അല്ലാഹുവിനെയല്ലാത്ത മറ്റാരെയും ഭയപ്പെടാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല. അഗാധമായ ഭക്തി കൈവന്ന അസാമാന്യമായ നിർഭയത്വമായിരുന്നു ഉമർ ഹാദിയുടെ സവിശേഷത. അദ്ദേഹത്തിൻ്റെ ജീവിതം മതബോധത്തിനും നൈതിക മൂല്യങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകുന്നതായിരുന്നു. സമൂഹത്തിൽ മൂടുറപ്പിച്ച അന്ധവിശ്വാസങ്ങൾക്കെതിരെ നാവും തൂലികയും പടവാളാക്കി ഉമർ ഹാദി. സർവ്വാംഗീകാരനായ വൈദ്യൻ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതവും സേവനങ്ങളും ഇന്നും നമ്മൾ ഓർക്കേണ്ടതാണ്. സൈനുദ്ദീൻ മഖ്ദൂമിനെ പറ്റി പറയാൻ ദിൽനാമരത്തെ ക്ഷണിക്കുന്നു. മാന്യരായ അധ്യാപകരെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനെ പറ്റിയാണ്. ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും രംഗത്ത് നൽകിയ സംഭാവനകൾ എന്നതാണ്. സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ എന്ന പേര് കേൾക്കുമ്പോൾ പലർക്കും ആദ്യം ഓർമ്മ വരുന്നത് അദ്ദേഹത്തിൻ്റെ മതപരമായ പ്രവർത്തനങ്ങളാണ്. എന്നാൽ അതിനപ്പുറം അറബിക് ഭാഷയുടെ വളർച്ചയ്ക്കും അറബിക് സാഹിത്യത്തിനും കേരളത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുന്നതിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന കേരളത്തിലെ പ്രമുഖ പണ്ഡിതനും എഴുത്തുകാരനുമാണ്. അദ്ദേഹം മികച്ച അറബിക് ഭാഷാ പണ്ഡിതൻ, ചരിത്രകാരൻ, വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലയിൽ ശ്രദ്ധേയനായിരുന്നു. സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ്റെ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണ് അറബിക് ഭാഷയെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ശക്തിപ്പെടുത്തുക എന്നത്. അദ്ദേഹം അറബി ഭാഷയെ മതപഠനത്തിനുള്ള ഭാഷയായി മാത്രം കണ്ടില്ല, ചരിത്രം, സാഹിത്യം, സാമൂഹിക വിഷയങ്ങൾ എന്നിവ അവതരിപ്പിക്കാനുള്ള ഭാഷയായി ഉപയോഗിച്ചു. അദ്ദേഹത്തിൻ്റെ എഴുത്തിലെ അറബിക് ഭാഷ ലളിതവും വ്യക്തവുമായ മതപണ്ഡിതർക്ക് എളുപ്പം മനസ്സിലാക്കാവുന്നതുമായിരുന്നു. ഇത് അറബിക് പഠനം കൂടുതൽ ആകർഷകമാക്കാൻ സഹായിച്ചു. സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതി എന്ന തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥമാണ്. ഈ കൃതി ഒരു ചരിത്ര ഗ്രന്ഥമാണ്. ശുദ്ധമായ ക്ലാസിക്കൽ അറബിക് ഭാഷയായി എഴുതിയത് കേരളത്തിൻ്റെ ചരിത്രം അറബിക് ഭാഷയെ രേഖപ്പെടുത്തിയ പ്രധാന ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. ഈ ഗ്രന്ഥത്തിലൂടെ കേരളത്തിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ അവസ്ഥ, വിദേശ ശക്തികളുടെ ഇടപെടലുകൾ, നാട്ടിലെ ജീവിത രീതികൾ എന്നിവ അറബ് ലോകത്തിന് പരിചിതമായി. സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ ഭാഷയെ ഒരു ചരിത്ര രേഖപ്പെടുത്തൽ ഉപകരണമായി ഉപയോഗിച്ചു. അദ്ദേഹത്തിൻ്റെ കൃതികൾ കേരള ചരിത്രത്തിൻ്റെ പ്രധാന സ്രോതസ്സുകളാണ്. ഭാഷയുടെയും ശക്തി ചരിത്ര സംരക്ഷണത്തിന് എത്ര പ്രധാനമാണെന്ന് തെളിയിക്കുന്നു. ഇതിലൂടെ അറബിക് ഭാഷ ഒരു ആഗോള ചരിത്ര ഭാഷയായി കേരളത്തിൽ അംഗീകരിക്കപ്പെട്ടു. സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ അറബിക് വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചു. അദ്ദേഹം പള്ളിദർ സമ്പാദ്യം ശക്തിപ്പെടുത്തി, അറബ് പഠനത്തിന് ക്രമബദ്ധമായ രീതി നൽകി, വ്യാകരണം, എഴുത്ത്, വായന എന്നിവയ്ക്ക് ഒരുപോലെ പ്രാധാന്യം നൽകി. ഇതിൻ്റെ ഫലമായി കേരളത്തിൻ്റെ നിരവധി അറബിക് പണ്ഡിതൻ വളർന്നു.
പണ്ഡിതർ വളർന്നു. അറബിക് പഠനം ഒരു അക്കാദമിക് മേഖലയായി മാറി. സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ അറബി മലയാളം സംസ്കാരങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തിയ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അറബിക് ഭാഷയെ കേരളീയ സാഹചര്യങ്ങളോട് ചേർത്തു. അറബി മലയാളം ഭാഷ സമ്പർക്കം വളരാൻ സഹായിച്ചു. കേരളത്തിന്റെ സാംസ്കാരിക പ്രത്യേകതകൾ അറബ് ലോകത്ത് എത്തിച്ചു. അദ്ദേഹം അറബിക് ഭാഷയിൽ കേരളം ചരിത്ര എഴുതിയ മുൻഗാമികളിൽ ഒരാളായിരുന്നു. അദ്ദേഹം അറബി വിദ്യാഭ്യാസത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തിയ പണ്ഡിതനുമായിരുന്നു. ഭാഷ, സാഹിത്യം, ചരിത്രം എന്നിവയെ ഒരുമിച്ച് കൊണ്ടുപോയ എഴുത്തുകാരനുമായിരുന്നു. സമാപനമായി പറയുമ്പോൾ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ ഒരു മതപണ്ഡിതൻ എന്ന പരിധിയിൽ ഒതുങ്ങുന്ന വ്യക്തിയല്ല. അദ്ദേഹം അറബിക് ഭാഷയുടെ വളർച്ചയ്ക്ക്, അറബിക് സാഹിത്യത്തിന്റെ വികസനത്തിന്, കേരളത്തിന്റെ ചരിത്രം ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ വലിയ സംഭാവന നൽകിയ മഹാനുമാണ്. അദ്ദേഹത്തിന്റെ ജീവിതവും കൃതികളും ഇന്നും അറബ് പണ്ഡിതർക്ക് പ്രചോദനമായി തുടരുന്നു. തുഹീഫത്തുൽ മുജാഹിദിനെ പറ്റിയുള്ള പ്രബന്ധം അവതരിപ്പിക്കാൻ ഫർഹാനയെ ക്ഷണിക്കുന്നു. തുഹീഫത്തുൽ മുജാഹിദീൻ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ അറബി ചരിത്ര ഗ്രന്ഥങ്ങളിൽ ചെന്നാണ് ഈ ഗ്രന്ഥം രചിച്ചത്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനാണ് 16-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ഇത് അറബി ഭാഷയിൽ എഴുതി. ഈ ഗ്രന്ഥത്തിൽ പ്രധാനമായും പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരായി മലബാർ മുസ്ലിങ്ങളുടെ പോരാട്ടങ്ങൾ വിശദമായി വിവരിക്കുന്നു. കേരളത്തിലെ സാമ്പത്തിക വ്യാപാരം മുസ്ലിം സമൂഹത്തിന്റെ സാമൂഹ്യ മതപരമായ ജീവിതം ഉൾക്കൊള്ളുന്നു. തുഹീഫത്തുൽ മുജാഹിദീൻ എന്ന പേര് ധർമ്മസമരത്തിൽ ഏർപ്പെട്ടവർക്കുള്ള സമ്മാനമെന്ന് അർത്ഥം നൽകുന്നു. നീതിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊണ്ട ജനങ്ങളുടെ ധൈര്യവും ഈ ഗ്രന്ഥം ഉയർത്തിക്കാട്ടുന്നു. കേരള ചരിത്രത്തെ ലോകത്തിനും പരിചയപ്പെടുത്തിയ അറബി ഗ്രന്ഥമായതിനാൽ ഇത് ഇന്ത്യൻ അറബി ചരിത്ര ബന്ധങ്ങളുടെ ഒരു വിലയേറിയ രേഖയായി കാണിക്കപ്പെടുന്നു. ഇന്നും ചരിത്ര പഠനത്തിൽ ഈ കൃതിക്ക് വലിയ പ്രാധാന്യമുണ്ട്. കേരളത്തിലെ അറബി ഭാഷാ പഠനത്തെക്കുറിച്ച് പ്രബന്ധം അവതരിപ്പിക്കാൻ ഷിഫാനയെ ക്ഷണിക്കുന്നു. ലോക അറബി ഭാഷാ ദിനം ഡിസംബർ 18-നാണ്. 2010 മുതൽ ആരംഭിച്ചിട്ടുള്ള ഈ ദിനം 1973 ഐക്യരാഷ്ട്രസഭ അറബി ഭാഷയെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചു. അതിനുശേഷം 2010 മുതൽ ഏകദേശം 10-15 വർഷത്തോളമായി ലോക അറബി ഭാഷാ ദിനം ഡിസംബർ 18-നാണ് ആചരിച്ചു വരുന്നത്. കേരളത്തിലെ അറബി ഭാഷാ പഠനത്തിന് നൂറ്റാണ്ടുകളോട് പാരമ്പര്യമുണ്ട്. മതപരമായ ഒരു ഭാഷ എന്ന രീതിയിലല്ലായിരുന്നു ആ പഠനം, മറിച്ച് കച്ചവട ആവശ്യങ്ങളെ മുൻനിർത്തിയുള്ളതായിരുന്നു. പിന്നീട് അറബികളോടൊപ്പം ഇസ്ലാമും കേരളത്തിൽ വന്നതോടെ മുസ്ലിം സമൂഹത്തിന് അതൊരു മതപരമായ കടമയായി മാറി. പള്ളി ദർസുകളിലൂടെയും മദ്രസകളിലൂടെയും അറബി ഭാഷ വളർന്നു വന്നു. അത് പിന്നീട് വിവിധ സ്ഥാപനങ്ങളിലൂടെ പ്രചരിക്കുകയും വളരുകയും ഒരു സ്വതന്ത്ര ഭാഷ എന്ന മേൽവിലാസത്തിൽ സ്വാധീനം ഉറപ്പിക്കുകയും ചെയ്തു. പൊതുവിദ്യാഭ്യാസ രംഗത്ത് അറബി ഭാഷാ പഠനം ആരംഭിക്കുന്നത് 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ മാത്രമാണ്. 1912 വക്കം അബ്ദുൽ ഖാദർ മൗലവി അന്നത്തെ വിദ്യാഭ്യാസ ഡയറക്ടർ മുക്താർ ബിഷപ്പിന് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം വിദ്യാഭ്യാസം ഉയർത്തിക്കൊണ്ടുവരുവാനും ഒരു സമിതി നിശ്ചയിക്കുകയും അതിന്റെ ചുമതല ശ്രീ രാമസ്വാമി അയ്യരെ ഏൽപ്പിക്കുകയും ചെയ്തു. തൽഫലമായി 1913 മുതൽ തിരുവിതാംകൂറിലെ സർക്കാർ സ്കൂളുകളിലും ഖുർആൻ ടീച്ചർമാരെ നിയമിച്ചു തുടങ്ങി. 25 മുസ്ലിം വിദ്യാർത്ഥികൾക്കുള്ള ഒരു സ്കൂളിലും ഒരു ഖുർആൻ ടീച്ചറെ നിയമിച്ചുകൊണ്ട് ഉത്തരവായി. 1920 കൊച്ചി പ്രവിശ്യയിലെ ഏതാനും സ്കൂളുകളിൽ അറബി അധ്യാപകരെ നിയമിക്കാൻ കൊച്ചി ദിവാനയായിരുന്നു വിജയരാഘവ ആചാര്യ മുന്നോട്ട് വന്നു. കേരള സംസ്ഥാനം രൂപം കൊണ്ടുവന്നത് മുതലുള്ള സർക്കാർ അറബി ഭാഷാ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു. ഖുർആൻ ടീച്ചർമാർ എന്ന പേര് മാറ്റി അറബി സ്പെഷ്യലിസ്റ്റ് ടീച്ചർമാരെ കൊണ്ടുവന്നു. 1967 മന്ത്രി സ്ഥാനം ഏറ്റെടുത്ത CH മുഹമ്മദ് കോയ സാഹിബ് അറബി മുൻഷികളെ അധ്യാപകരായി പരിഗണിച്ച് ഉത്തരവിറക്കി. അറബി ഭാഷാ പഠനത്തിന് ഇന്ന് കേരളത്തിൽ വിപുലവും വ്യവസ്ഥവുമായ നിരവധി കേന്ദ്രങ്ങളും സംവിധാനങ്ങളും ഉണ്ട്.
ഈ കേന്ദ്രങ്ങൾ മുസ്ലിം സമുദായത്തിന് മാത്രമായി ഉള്ളതല്ല. ഭാഷാ പഠനത്തിൽ താൽപ്പര്യമുള്ള ഏത് വ്യക്തിക്കും ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലുള്ള പഠന ക്രമീകരണങ്ങളാണ് ഇത്തരം കേന്ദ്രങ്ങളിലുള്ളത്. 6000-ലധികം സ്കൂളുകളിലായി 10 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ നിലവിൽ സ്കൂളുകളിലായി കേരളത്തിൽ അറബി പഠിക്കുന്നുണ്ട്. ഇതിനു പുറമെ അറബി ഭാഷാ രംഗത്ത് ഉപരിപഠനം നടത്താൻ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ കീഴിൽ 100 കണക്കിന് കോളേജുകളുണ്ട്, സർവകലാശാലകളുണ്ട്, റിസർച്ച് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അറബി സംസാര ഭാഷയെപ്പറ്റി പ്രബന്ധം അവതരിപ്പിക്കാൻ നാജിയെ ക്ഷണിക്കുന്നു. അറബി സംസാരിക്കുന്ന രാജ്യങ്ങൾ സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ഒമാൻ, ഇറാൻ, യമൻ, ഇറാഖ്, സിറിയ, ജോർദാൻ, ഫലസ്തീൻ എന്നീ ഉൾപ്പെടുന്ന ഏകദേശമുള്ള രാജ്യങ്ങൾ. ഈ രാജ്യങ്ങൾ അറബി ഔദ്യോഗിക ഭാഷയാണ്. കൂടാതെ ഇറാൻ, മാലി തുടങ്ങി മറ്റ് രാജ്യങ്ങളിൽ അറബിക്ക് സാധ്യമുണ്ട്. ഈ ലോകത്ത് 28 അക്ഷരങ്ങൾ ആണ് അറബിക്ക് ഉള്ളത്. ആ, ഇ, ഉ, എന്നിവ 4 അറബി വർണ്ണനകളാണ് അറബി ഭാഷയിൽ ഉള്ളത്. അകാരം, ഫത്തഹ്, ഇകാരം ലോക ഭാഷയിൽ ഏറ്റവും മനോഹരമായി സ്വന്തമായിട്ടുള്ളത് അറബി ഭാഷകളിലാണ്. ഇതുകൊണ്ട് തന്നെ എഴുതിയ സുന്ദരി എന്ന പേരിൽ അറബി ഭാഷ അറിയപ്പെടുന്നു. ഡിസംബർ 18 ലോക അറബി ഭാഷ ആയി ആചരിക്കുന്നു. അന്താരാഷ്ട്ര വാർത്താവിനിമയ ഭാഷയെപ്പറ്റി പ്രബന്ധം അവതരിപ്പിക്കാൻ അഫ്നാനെ ക്ഷണിക്കുന്നു. അന്താരാഷ്ട്ര വാർത്താവിനിമയ ഭാഷാ ചാനലുകൾ. അന്താരാഷ്ട്ര വാർത്താവിനിമയ ഭാഷകളും ചാനലുകളും ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ തമ്മിൽ വാർത്തകളും വിവരങ്ങളും ആശയങ്ങളും കൈമാറുന്ന സംവിധാനമാണ് അന്താരാഷ്ട്ര വാർത്താവിനിമയം. ആധുനിക ലോകത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിലും ലോക സംഭവങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിലും അന്താരാഷ്ട്ര വാർത്താവിനിമയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അന്താരാഷ്ട്ര വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഭാഷയാണ് ഇംഗ്ലീഷ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇംഗ്ലീഷ് പൊതു ഭാഷയായി ഉപയോഗിക്കുന്നു. ഐക്യരാഷ്ട്രസഭ, അന്താരാഷ്ട്ര സംഘടനകൾ, ആഗോള മാധ്യമങ്ങൾ എന്നിവയിൽ ഇംഗ്ലീഷ് പ്രാധാന്യ സ്ഥാനമുണ്ട്. ഇംഗ്ലീഷിനൊപ്പം ഫ്രഞ്ച്, സ്പാനിഷ്, അറബി, ചൈനീസ് എന്നീ ഭാഷകളും അന്താരാഷ്ട്ര തലത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഈ ഭാഷകൾ വിവിധ രാജ്യങ്ങളിലായി ഉപയോഗിക്കുന്നു. ജനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. വാർത്തകളും വിവരങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി വിവിധ വാർത്താ ചാനലുകൾ പ്രവർത്തിക്കുന്നു. പത്രങ്ങൾ, റേഡിയോ, ടെലിവിഷൻ എന്നീ പരമ്പരാഗത വാർത്താവിനിമയ മാർഗങ്ങളാണ് ഇവ വഴി അന്താരാഷ്ട്ര വാർത്തകൾ വേഗത്തിലും വിശ്വസനീയമായും ജനങ്ങളിലേക്ക് എത്തുന്നു. മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലിയെപ്പറ്റി പ്രബന്ധം അവതരിപ്പിക്കാൻ ഇഷാനെ ക്ഷണിക്കുന്നു. അറബി ഭാഷ പഠിച്ചാൽ മൾട്ടിനാഷണൽ കമ്പനികളിലെ ജോലി സാധ്യത. അറബി ഭാഷ പഠിക്കുന്നത് ഇന്ന് ആഗോളതലത്തിൽ വലിയ തൊഴിൽ സാധ്യതകളാണ് തുറന്നു നൽകുന്നത്. പ്രത്യേകിച്ച് മൾട്ടിനാഷണൽ കമ്പനികളിൽ അറബി അറിയുന്നവർക്ക് മുൻഗണന ലഭിക്കാറുണ്ട്. പ്രധാനപ്പെട്ട ജോലി സാധ്യതകൾ താഴെ പറയുന്നവയാണ്. 1. വിദേശകാര്യ
വിദേശകാര്യവും നയതന്ത്രവും ഡിപ്ലോമസി ഓഫ് ഫോറിൻ അഫയേഴ്സ് എന്നിവയിൽ ഭാഷ അറിയുന്നവർക്ക് വലിയ ഡിമാൻഡുണ്ട്. പരിഭാഷകർ, വ്യാഖ്യാനങ്ങൾ എന്നീ നിലകളിൽ ഇവിടെ പ്രവർത്തിക്കാം. 2. ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് BPO ഓഫ് KPO. ഗൾഫ് രാജ്യങ്ങളിൽ വ്യാപാര ബന്ധമുള്ള ഓട്ടോമിക് വൻകിട കമ്പനികളും ഇന്ത്യയിൽ പ്രത്യേകിച്ച് ബാംഗ്ലൂർ, ഹൈദരാബാദ്, പൂനെ പ്രവർത്തിക്കുന്നുണ്ട്. കസ്റ്റമർ സപ്പോർട്ട്. അറബി സംസാരിക്കുന്ന കസ്റ്റമറുമായി സംവദിക്കാൻ. ഡാറ്റ അനലിസ്റ്റ്. അറബിക് ഡാറ്റ കൈകാര്യം ചെയ്യാൻ. 3. ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ്. ഇസ്ലാമിക് ബാങ്കിംഗ് ഇന്ന് ലോകമെമ്പാടും വളർന്നുകൊണ്ടിരിക്കുകയാണ്. HSBC, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് തുടങ്ങിയ ബാങ്കുകൾക്ക് മിഡിൽ ഈസ്റ്റിൽ വലിയ സാന്നിധ്യമുണ്ട്. അറബി അറിയുന്നത് ഈ മേഖലയിൽ ഉയർന്ന ശബ്ദത്തോടുകൂടിയാണ്. ടൂറിസം ഓഫ് ഹോസ്പിറ്റാലിറ്റി. മെഡിക്കൽ ടൂറിസത്തിനായി ഇന്ത്യയിലേക്ക് എത്തുന്ന അറബികളുടെ എണ്ണം കൂടുകയാണ്. പ്രമുഖ ആശുപത്രികൾ, എയർലൈനുകൾ എന്നിവിടങ്ങളിൽ അറബിക് ട്രാൻസ്ലേറ്റർ മാർക്ക് ധാരാളം അവസരമുണ്ട്. 5. IT മേഖല സോഫ്റ്റ്വെയറുകൾ. അറബി ഭാഷയിലേക്ക് പ്രാദേശികവൽക്കരിക്കുന്നതിന് IT കമ്പനികൾക്ക് ഭാഷാ വിദഗ്ധരെ ആവശ്യമുണ്ട്. ഗൂഗിൾ, ആമസോൺ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ കമ്പനികൾക്ക് ഇത്തരം പ്രൊജക്റ്റുകളുമായി ഉദ്യോഗാർത്ഥികളെ നോക്കുന്നുണ്ട്. അറബി സർവകലാശാലകളെ പറ്റി പറയാൻ ആലിയയെ ക്ഷണിക്കുന്നു. അറബി ഭാഷയ്ക്ക് പ്രാമുഖ്യം നൽകി പ്രവർത്തിക്കുന്ന സർവകലാശാലയാണ് അറബി സർവകലാശാല. അറബിക് സർവകലാശാല കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2014 കേരള സർവകലാശാല നിയമം 2013 പ്രകാരം അറബിക് സർവകലാശാല സ്ഥാപിതമായി. അറബിക് ഭാഷയുടെ പഠനം, അറബിക് സംസ്കാരത്തിന്റെ സംരക്ഷണം, അറബിക് ഭാഷാ സാഹിത്യം, ഇസ്ലാമിക് സ്റ്റഡീസ് എന്നിവയിൽ വിദ്യാഭ്യാസം നൽകുന്നു. അറബിക് ഭാഷ, സാഹിത്യം, സംസ്കാരം എന്നിവയിൽ ഗവേഷണം നടത്തുക. സമൂഹത്തിന് അറബിക് ഭാഷയും സംസ്കാരവും സംബന്ധിച്ച അറിവ് നൽകുക. ഇവയെല്ലാമാണ് അറബിക് സർവകലാശാലയുടെ ലക്ഷ്യങ്ങൾ. ഈ ലക്ഷ്യങ്ങൾ അറബിക് സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ നയിക്കുന്നു. അറബിക് ഭാഷയും സാഹിത്യവും ഇസ്ലാമിക് സ്റ്റഡീസ് ഇവയെല്ലാം അറബിക് സർവകലാശാലയിലെ കോഴ്സുകളാണ്. അറബിക് സർവകലാശാലയുടെ സാംസ്കാരിക പൈതൃകം, തൊഴിലവസരങ്ങൾ, ഗവേഷണ സാധ്യതകൾ എന്നിവയിലാണ് ഇത് മധ്യപൂർവേഷ്യൻ പഠനങ്ങൾ, നയതന്ത്രം, അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്നിവയ്ക്ക് മുതൽക്കൂട്ടാണ്.
ഗ്ലോബൽ പ്രസക്തി. അറബി ലോകമെമ്പാടും ഉള്ള 400 മില്യൺ ആളുകൾ സംസാരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക തലത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. സാംസ്കാരികവും ചരിത്രപരവുമായ പ്രാധാന്യം. ഇസ്ലാമിന്റെ പരിശുദ്ധ ഗ്രന്ഥമായ ഖുർആനിന്റെ ഭാഷ എന്ന നിലയിൽ മുസ്ലിം ലോകത്തിന് ഇത് പ്രാധാന്യമാണ്. സമ്പന്നമായ സാഹിത്യം, കവിത, സംസ്കാരം എന്നിവ പഠിക്കാൻ അവസരം നൽകുന്നു. തൊഴിൽ സാധ്യതകൾ. വിദേശകാര്യം, ബിസിനസ്, ജേർണലിസം, ഇന്റലിജൻസ്, അന്താരാഷ്ട്ര നിയമം തുടങ്ങിയ മേഖലകളിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ഗവേഷണത്തിനും പഠനത്തിനും. ചരിത്രം, മധ്യപൂർവേഷ്യൻ മതപഠനം തുടങ്ങിയ വിഷയങ്ങളിൽ ആഴത്തിലുള്ള പഠനത്തിന് സഹായിക്കുന്നു. കേരളത്തിൽ അറബി പഠിക്കുന്നവരുടെ എണ്ണം കൂടുതലായതിനാൽ ഒരു പ്രത്യേക സർവകലാശാല ആവശ്യമാണെന്ന് ആവശ്യമുയരുന്നു. അറബിക് സർവകലാശാലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കുകയും അറബിക് ഭാഷയുടെ സംസ്കാരം ആഹ്വാനം ചെയ്യുക. അറബിക് സർവകലാശാലയുടെ സ്ഥാപനം അറബിക് ഭാഷയുടെയും സംസ്കാരത്തിന്റെയും സംരക്ഷണത്തിനും പ്രോത്സാഹനത്തിനും വേണ്ടി ഒരു പ്രധാന ചുവടുവയ്പ്പാണ്. ഇന്ത്യൻ കൃതികളുടെ അറബി വിവർത്തനങ്ങളെ പറ്റി പ്രബന്ധം അവതരിപ്പിക്കാൻ സയ്യിദിനെ ക്ഷണിക്കും. ഇന്ത്യൻ കൃതികളുടെ അറബി വിവർത്തനങ്ങൾ. ഇന്ത്യൻ സാഹിത്യത്തിലെ പല പ്രധാനപ്പെട്ട കൃതികളും പണ്ടു മുതൽക്കേ അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശാസ്ത്രം, ഗണിതം, വൈദ്യശാസ്ത്രം തുടങ്ങിയ മേഖലകളിലെല്ലാം ഈ വിവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചില അറബി വിവർത്തനങ്ങൾ താഴെ പറയുന്നവയാണ്. പഞ്ചതന്ത്രം. ഇന്ത്യയിൽ നിന്നുള്ള ഈ ജ്ഞാനകഥാസമാഹാരം അറബി സാഹിത്യത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ ഒന്നാണ്. 8-ാം നൂറ്റാണ്ടിൽ ഇബ്നു അൽ-മുഖാഫ ഇത് അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഖലീൽ വാദീനം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. 2. ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്ര ഗ്രന്ഥങ്ങൾ. ആര്യഭട്ടന്റെ ആര്യഭട്ടീയം, ബ്രഹ്മഗുപ്തന്റെ ബ്രഹ്മസ്ഫുട സിദ്ധാന്തം തുടങ്ങിയ കൃതികൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഈ വിവർത്തനങ്ങൾ ഇന്ത്യൻ ദശാംശ സമ്പ്രദായവും പൂജ്യത്തിന്റെ അറബ് ലോകത്തെ പിന്നീട് യൂറോപ്പിലും പ്രചരിക്കുന്നതിന് സഹായിച്ചു. വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ. ചരക സംഹിത, സുശ്രുത സംഹിത എന്നിവയുടെ ഭാഗങ്ങളും അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് അറബ് വൈദ്യശാസ്ത്രത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകുകയും ചെയ്തു. മഹാകാവ്യങ്ങൾ. രാമായണം, മഹാഭാരതം എന്നീ ഇതിഹാസങ്ങൾ സമീപകാലത്ത് കുവൈറ്റിൽ നിന്നുള്ള പണ്ഡിതന്മാർ അബ്ദുള്ള അൽ-ബുറൂൻ, അബ്ദുൽ ലത്തീഫ് എന്നിവർ അറബിയിലേക്ക് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചു. മലയാള കൃതികളുടെ അറബി വിവർത്തനത്തെ പറ്റി പ്രബന്ധം അവതരിപ്പിക്കാൻ ഫാത്തിമ മാറിനെ ക്ഷണിക്കും. മലയാളം കൃതികളുടെ അറബി വിവർത്തനം. ഇന്ത്യൻ സംസ്കാരത്തെ ലോകത്തിനു മുമ്പിൽ പരിചയപ്പെടുത്തുന്നതിൽ അറബി ഭാഷ വലിയ പങ്കു വച്ചിട്ടുണ്ട്. മഹാഭാരതം, രാമായണം, ഭഗവത്ഗീത തുടങ്ങിയ ഭാരതീയ ഇതിഹാസങ്ങളും ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദം തുടങ്ങിയ വേദങ്ങളും ഉപനിഷത്തുക്കളും അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ നിന്ന് മൊഴിമാറ്റം ചെയ്തവ. ഭഗവത്ഗീത. കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക ചരിത്ര വിഭാഗത്തിലെ പ്രൊഫസറായിരുന്നു ഡോ മകൻ ലാൽ റോയ് ചൗധരി എന്ന ഇന്ത്യക്കാരനാണ് ഭഗവത്ഗീത അറബിയിലേക്ക് വിവർത്തനം ചെയ്തത്. മഹാഭാരതം.
പ്രസിദ്ധ വിവർത്തകനും ചരിത്രകാരനും സിറിയൻ സാഹിത്യകാരനുമായ അബ്ദുൽ ഇലാഹ് അൽ മല്ല മഹാഭാരതം അറബിയിലേക്ക് വിവർത്തനം ചെയ്തു. രാമായണം ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ഇറാഖി ചരിത്രകാരനും ഗവേഷകനുമായ മുഹമ്മദ് സയ്യിദ് തുറൈഹി രാമായണം അറബിയിലേക്ക് വിവർത്തനം ചെയ്തു. ഉപനിഷത്തുക്കളെ കുറിച്ച് പഠിച്ച അബ്ദുസ്സലാം സയാനാണ് ഉപനിഷത്തുക്കളിൽ ചിലത് അറബിയിലേക്ക് വിവർത്തനം ചെയ്തത്. വേദങ്ങൾ സിറിയൻ എഴുത്തുകാരനും ചരിത്രകാരനുമായ ഡോ മുംദിർ അൽ ഹായിഖ് വേദങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ടവ അറബിയിലേക്ക് വിവർത്തനം ചെയ്തു. മലയാള സാഹിത്യത്തിൽ നിന്ന് അറബിയിലേക്ക് മൊഴിമാറ്റം ചെയ്തവ. ബാല്യകാലസഖി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാലസഖി എന്ന നോവലിലെ സുഹൈൽ അബ്ദുൽ ഹക്കീം റാഫി അറബിയിലേക്ക് വിവർത്തനം ചെയ്തു. യാ അല്ലാഹ് കമലസുരയുടെ യാ അല്ലാഹ് എന്ന കവിതയെ UAE കവിയായ ഷിഹാബ് ഖാനിം അറബിയിലേക്ക് വിവർത്തനം ചെയ്തു. നാലുകെട്ട് MD വാസുദേവൻ നായരുടെ ആദ്യത്തെ നോവലായ നാലുകെട്ടിൻ്റെ അറബി വിവർത്തനം ചെയ്ത് മുസ്തഫ വാഫി അനസ് വാഫി എന്നിവരാണ്. മലയാള കവിതകൾ പ്രശസ്തരായ ആധുനിക മലയാള കവിതകളുടെ പ്രധാന കൃതികളുടെ അറബി വിവർത്തനം പ്രമുഖ UAE കവി ഷിഹാബ് ഖാനിം നിർവഹിച്ചു. പൗരാണിക അറബി കവികളെ പറ്റി പ്രബന്ധം അവതരിക്കാൻ ദിയ ഇക്രയെ അറബി പൗരാണ കവികൾ ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കവികളാണ്. ഇസ്ലാം ഉദയത്തിനു മുമ്പുള്ള ഈ കാലത്ത് കവിത അറബികളുടെ സാംസ്കാരിക ജീവിതത്തിൻ്റെ പ്രധാന ഭാഗമായിരുന്നു. ഗോത്രങ്ങളുടെ അഭിമാനം, വീരത, സ്നേഹം, പ്രകൃതി, യുദ്ധങ്ങൾ, നഷ്ടബോധം എന്നിവയെല്ലാം കവിതകളിലൂടെ അവർ അവതരിപ്പിച്ചു. കവിതകൾ ഗോത്രങ്ങളുടെ വക്താക്കളായി കണക്കാക്കപ്പെട്ടു. അവരുടെ കവിതകൾ ഗോത്രത്തിൻ്റെ മഹത്വം ഉയർത്തുകയും ശത്രുക്കളെ പരിഹസിക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ കവികൾ ശക്തമായ ഭാഷാശൈലിയാലും സമ്പന്നമായ ഉപമകളാലും ശ്രദ്ധേയമാണ്. ഇംറുൽ ഖൈസ്, അദ്ദർ ഇബ്നു ഷദ്ദാദ്, സുഹൈർ ഇബ്നു അബീബുലമ, ലദീദ് ഇബ്നു റബീഅ തുടങ്ങിയവർ പ്രമുഖ പൗരാണ കവികളാണ്. UN അംഗീകരിച്ച ഭാഷകളെ പറ്റി പ്രബന്ധം പറയാൻ ജുമാനയെ ക്ഷണിക്കുന്നു. ലോകരാഷ്ട്രങ്ങളുടെ ഐക്യത്തിനായി പ്രവർത്തിക്കുന്ന UN ആശയവിനിമയത്തിന് ആറ് ഔദ്യോഗിക ഭാഷയാണ് ഉപയോഗിക്കുന്നത്. അവ അറബിക്, ചൈനീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, സ്പാനിഷ് എന്നിവയാണ്. 1973 ഡിസംബർ 18 അറബി ഭാഷയെ ഐക്യരാഷ്ട്രസഭ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചത്. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ: വ്യാപകമായ ഉപയോഗം. ലോകത്ത് 42 കോടിയിലധികം ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയാണിത്. ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന 5ാമത്തെ ഭാഷയാണിത്.
അംഗരാജ്യങ്ങളുടെ എണ്ണം 22-ലധികം അറബ് രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷയാണിത്. ഐക്യരാഷ്ട്രസഭയുടെ വലിയൊരു വിഭാഗം ഈ രാജ്യങ്ങളാണ്. സാംസ്കാരിക പൈതൃകം, ശാസ്ത്രം, ഗണിതം, സാഹിത്യം എന്നീ മേഖലകളിൽ അറബി ഭാഷ ലോകത്തിന് വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. സാമ്പത്തിക സ്വാധീനം, ആഗോള ഊർജം വിപണിയിലും സാമ്പത്തിക രംഗത്തും അറബി രാജ്യങ്ങൾക്കുള്ള വലിയ സ്വാധീനം ഈ ഭാഷയെ ഒഴിവാക്കാൻ പറ്റാതെയാക്കി. ഉപസംഹാരം, സാംസ്കാരിക വൈവിധ്യം നിലനിർത്തുന്നതിനും അറബ് രാജ്യങ്ങൾക്കുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ാണ് അറബി ഭാഷയെ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടുത്തിയത്. എല്ലാ വർഷവും ഡിസംബർ 18 ലോക അറബി ഭാഷാ ദിനമായി ആചരിക്കുന്നു. പ്രബന്ധ അവതരണം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. മോഡറേറ്റ് ആദിൽ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കും.